നമസ്കാരം. ഉന്നയിച്ച ആരോപണങ്ങളും നിരത്തിയ വാദങ്ങളും വെള്ളത്തിലായിട്ടും നടുറോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ മാത്രം കുറ്റക്കാരനാകുന്നത് എങ്ങനെ? തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ വണ്ടിയിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണ്ട എന്ന് പോലീസ് പറയുന്നതിന്റെ ന്യായമെന്ത്? വിവാദങ്ങൾക്കപ്പുറത്ത് ഈ വിഷയത്തിലെ പ്രതിപക്ഷ ബഹളമായിരുന്നു ഇന്ന് തലസ്ഥാനം കണ്ടത്. എല്ലാം സഹിക്കുന്നവളായി വളരണം എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയോ എന്ന് പഠിപ്പിച്ച കുടുംബത്തിന്റെയോ ഭാഗമല്ല. നിങ്ങൾക്ക് എല്ലാ പിന്തുണ ഈ പൊതുഗതാഗത സംവിധാനത്തെ തടഞ്ഞതിനും ട്രാഫിക് നിയമലംഘനത്തിനും നഗരാധിപയെയും സാമാജികനെയും കേസിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് ഏത് സവിശേഷാധികാരത്തിന്റെ പേരിൽ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വിവാദത്തിലകപ്പെട്ട KSRTC ഡ്രൈവർ എല്ല ചെയ്തു. CPIMൽ നിന്ന് ഡോക്ടർ JS ഷിജു ഖാൻ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ RV രാജേഷ്, പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളിൽ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങാം. ഈ സംഭവം നടന്ന ശേഷം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു CCTV ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ തകർന്നു പോകുന്നത് മേയർ ഉന്നയിച്ചൊരു വാദമാണ്. അതായത് വണ്ടിയെ തടഞ്ഞു നിർത്തിയിട്ടില്ല, ക്രോസ് ചെയ്തിട്ടല്ല വാഹനം നിർത്തിയത് എന്നായിരുന്നു. പക്ഷേ അതിന് നേരെ വിപരീതമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ആരോപണം, നിരത്തിൽ അമിത വേഗതയിൽ പോയ KSRTC ബസ്, റോഡ് സൈഡ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരുന്ന ഡ്രൈവറുടെ അഹങ്കാരം, അതിനുശേഷം അശ്ലീല ആംഗ്യം കാണിച്ചുകൊണ്ട് അപമാനിക്കൽ. ഇത് ഒരു മേയറോടും ഒരു ജനപ്രതിനിധിയോടും ഇങ്ങനെയാണ് KSRTCയിലെ ഡ്രൈവർ പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറ്റം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കയർക്കലുമാണ്. ഇതിൽ പോലീസ് മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാത്തതിന് പറഞ്ഞ കാരണം ഡ്രൈവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം കേസ്. ഇതിലെ ന്യായം എവിടെ, അന്യായം എവിടെ? ഗോവിഷ്ണൻ, ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ടോ തീരാമായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് അത് കത്തിക്കാളി കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവ ചർച്ചയായിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ലഭ്യമായ തെളിവുകളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഇതിനകത്ത് KSRTC ഡ്രൈവർ ചെയ്ത കുറ്റത്തേക്കാൾ വലിയ കുറ്റമാണ് തിരുവനന്തപുരത്തെ ആരാധ്യയായ മേയറും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി ജനപ്രതിനിധി. ഞാനിത് പറയാൻ കാരണം ഇവർക്കൊക്കെ മച്യൂരിറ്റിയുടെ ഒരു കുറവ് ഫീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതായത് ബഹുമാനപ്പെട്ട മേയർ തിരുവനന്തപുരത്തെ മേയറായ ഉടനെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വന്നപ്പം ആ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ വണ്ടി മേയർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഓടിച്ചതെന്നാണ് അന്ന് ആ ഡ്രൈവർ പറഞ്ഞത്. അപ്പം അന്ന് പാർട്ടി ഇവരെ ശാസിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ എളിമയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതവർക്കൊരു താക്കീതും ഇന്ന് ഈ ഒരു അപകടത്തിൽ അവർ ചാടില്ലായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വയലാർ രവിയുടെ ഒരു ഇടപെടൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്, അദ്ദേഹം നമ്മൾ ഇന്നത്തെ കഴക്കൂട്ടമല്ല, അന്ന് കഴക്കൂട്ടത്ത് ഒരു ചെറിയ ബൈപ്പാസാണ് ഉള്ളത്. ആ ബൈപ്പാസിൽ കൂടി വയലാർ രവിയുടെ ആഭ്യന്തരമന്ത്രിയാണ്, പോലീസും എസ്കോർട്ടും ഒക്കെ ഉണ്ട്. ആ ആഭ്യന്തരമന്ത്രിയുടെ വണ്ടി കൊല്ലത്തിന് പോവുക. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് വരുന്നു. വയലാർ രവിയുടെ കാറ് സ്കിഡ് ചെയ്ത് ഈ ട്രാൻസ്പോർട്ട് ബസ്സിനിട്ട് പോയി തട്ടി. അപ്പോഴത്തേനും നമ്മുടെ പോലീസിന്റെ ആ ഭാവത്തിൽ അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ചാടി ഈ ഡ്രൈവറെ പിടിക്കാൻ തുടങ്ങുമ്പം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇറങ്ങിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, എൻ്റെ കുറ്റമാണ്, ആ ഡ്രൈവറെ ഒന്നും ശിക്ഷിക്കരുത്, അവൻ്റെ പേരിൽ നടപടി എടുക്കരുതെന്ന്. ഏത് വയലാർ രവിയുടെ വണ്ടിയുടെ ഡ്രൈവറുടെ കുറ്റം എന്നല്ല, എൻ്റെ കുറ്റമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു. അതുപോലെ തന്നെ നാളെ PK വാസുദേവൻ നായരെ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ കോട്ടയത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിൽക്കുക, ഞാനും ഒരു യാത്രയ്ക്ക് പോകാൻ നിൽക്കുക.
അപ്പം അന്നൊക്കെ കൂപ്പൺ കമ്പൽസറിയാ ബസ്സിന്. ഇദ്ദേഹം ക്യൂവിൽ നിൽക്കുക. അപ്പം ഞാൻ ഉടനെ പെട്ടെന്ന് ഈ പുറകെ ചെന്ന് ഈ സ്റ്റേഷൻ മാസ്റ്റർ ഈ ടിക്കറ്റ് കൊടുക്കുന്ന ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഇതാ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ക്യൂ നിൽക്കുക, നിങ്ങളൊരു കൂപ്പൺ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ വന്ന് ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ അദ്ദേഹത്തിന് അറിയില്ല, ഇതേ നിങ്ങൾ പറയുന്നത് പോലെ മുൻ മുഖ്യമന്ത്രിക്കൊന്നും പ്രത്യേകിച്ച് പ്രിവിലേജ് ഇല്ല, ഞാനും നിങ്ങളെപ്പോലെ ഒരു യാത്രക്കാരൻ. ഞാൻ പറഞ്ഞു, അല്ല സാർ, അങ്ങേപ്പോലെ ഉള്ളവര് ഒരു മുൻ മുഖ്യമന്ത്രി ബസ് സ്റ്റാൻഡിൽ വന്ന് ക്യൂ നിന്ന് ബസ് കയറുന്ന ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക്, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്, ഞങ്ങൾക്കൊക്കെ അതൊരു ത്രില്ലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ബഹുമാനം അങ്ങേ അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മളെ ഒരു പൊസിഷനിലെത്തിയാൽ നമ്മൾ എത്രമാത്രം വിനയപ്പെടുന്നു. റോഡിലിറങ്ങുന്ന മേയർക്കും റോഡിലിറങ്ങുന്ന MLA-ക്കും എനിക്കും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒരേ അവകാശമാണ് റോഡിൽ. റോഡെന്ന് പറയുന്നത് ആ വാഹനം ഓടാനും ആ കാൽനട യാത്രക്കാർക്കുമാണ്. അല്ലാതെ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പ്രകടനം റോഡ് നിറച്ച് പോകുന്നത് കൃത്യം നിയമവിരുദ്ധമാണ്. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ മേയറെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം, ഈ ഇൻസിഡന്റ് ഉണ്ടായ അന്ന് വൈകിട്ട് ഞാനൊരു ചാനലിൽ ഇതുപോലെ ഇത്രയും കത്തിക്കാളുമെന്ന് ഓർത്തിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു, ഇവിടെ ഡ്രൈവർ പറയുന്നു മേയറുടെ വണ്ടി ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തു വന്നു. അപ്പം ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം മേയർ പറയുന്നു ഞങ്ങൾ ഇടതുവശത്തൂടെ വന്നിട്ടില്ല, ഇദ്ദേഹം മദ്യപിച്ചിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ അന്ന് പറഞ്ഞ ഒരു പോയിന്റ്, മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നിരവധി ക്യാമറകൾ ഈ നിരത്തിലുണ്ട്. പട്ടം മുതലുള്ള നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കേശവദാസപുരം മുതൽ ഈ വാഹനങ്ങളുടെ യാത്രയൊന്ന് എടുത്താൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും അവിടുത്തെ വ്യാപാരി സമൂഹത്തിന്റെ ഒക്കെ ക്യാമറകൾ കാണും. ഇതെടുത്താൽ സത്യം പുറത്തു വരും. അങ്ങനെ സത്യം പുറത്തു വന്നിട്ട് ഇടതുവശത്തൂടെ കയറിയിട്ടുണ്ടെങ്കിൽ മേയർ പൊതുസമൂഹത്തോട് ക്ഷമ പറയണം, അല്ലെങ്കിൽ ഈ ജീവനക്കാരനെ കർശനമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സത്യം എന്താണ്? ഇടതുവശത്തൂടെ വന്നത് മാത്രമല്ല, സീബ്ര ലൈനിൽ കയറ്റിയിട്ടു. സീബ്ര ലൈനിൽ ഒരു വണ്ടി കയറ്റിയിടാൻ പാടില്ല. സീബ്ര ലൈനിൽ വരച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം, നമുക്ക് 5 മീറ്റർ മുന്നിലോ 5 മീറ്റർ പുറകിലോ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു സീബ്ര ലൈനിലാണ് ഈ വാഹനം കയറ്റിയിട്ടിട്ട് ഈ മേയർ തർക്കിക്കുന്നത്. മേയറുടെ അടുത്ത പോയിന്റ് എന്തായിരുന്നു? മേയർ പറഞ്ഞു ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന്. അപ്പം ആ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഈ ഡ്രൈവറെ കൊണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞാണ് പറഞ്ഞാൽ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ പരിശോധന. അപ്പോൾ പറയുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടില്ലെന്ന്. അടുത്ത ഒരു മേയറെ നമുക്ക് സംശയിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് ഈ ഡ്രൈവറുടെ അല്ല, ആ വാഹനത്തിൽ യാത്ര ചെയ്ത യാത്രക്കാർ, ആ യാത്രക്കാരെ ഒരു MLA-ക്ക് ഇറക്കിവിടാൻ ഒരു അവകാശവുമില്ല. മോട്ടോർ വാഹന വകുപ്പിൽ ഈ അധികാരം ഡെസിഗ്നേറ്റ് ചെയ്യുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതായത് മോട്ടോർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര്, പോലീസിലെ ഉദ്യോഗസ്ഥന്മാര്. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ അപകടത്തിൽപ്പെട്ടിട്ട് ആ വാഹനം തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ വാഹനം ഒതുക്കിയിടാം. വാഹനത്തിന് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ വാഹനം മാറ്റിയിടാം. അങ്ങനെ മാറ്റിയിട്ടാൽ പോലും ആ വാഹനത്തിലെ യാത്രക്കാരനെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടണം. ഇവിടെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വാഹനത്തിലെ യാത്രക്കാരനെ കുറിച്ച് ഞാൻ അവരെ ആരെയും മോശമാക്കുകയാണല്ല, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്തത് അല്ലാതെ ഇവിടുന്ന് അല്ല എന്ന് പറയാൻ ആർജവം ഒരു യാത്രക്കാരനും ഉണ്ടായില്ല എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ പ്രതികരണ ശേഷി എത്രമാത്രം താങ്ങുപോയി. ഒരു ഭാഗം ശ്രീ ഡിജോ കാപ്പൻ, ഒരു ഭാഗം താങ്കൾ വിട്ടുപോയി. മേയർ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗവും ഇന്ന് കൗൺസിൽ യോഗത്തിൽ വളരെ വികാരാധീനയായി വിതുമ്പിക്കൊണ്ട് മേയർ പറഞ്ഞതും, ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ നേരിടാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അപമാനം നേരിട്ടു, ലൈംഗിക ചുവയുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. അവിടെ പല സ്ത്രീകളും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കും, ഒരു മിനിറ്റ് ശ്രീ ഡിജോ കാപ്പൻ, അങ്ങനെ പ്രതികരിക്കുമ്പോൾ സൈബർ ആക്രമണവും ഒരു ഭാഗത്ത് നിന്ന് സ്ത്രീകളെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നു. അപ്പോൾ ഞാനൊരു കുടുംബിനിയാണ്, ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത്. എന്നോടൊപ്പം എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബത്തോടു കൂടി സഞ്ചരിക്കുമ്പോഴാണ് എനിക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. അവിടെ ഞാൻ പോലീസിനെ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. എന്നെ പോലെയുള്ള എത്രയോ സ്ത്രീകൾ ഇതിനു മുൻപ് എന്നോടും വന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുസമൂഹത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ മടിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് വികാരാധീനയായി പറഞ്ഞുകൊണ്ടാണ് മേയർ ഇന്ന് കൗൺസിൽ യോഗത്തിൽ സംസാരിച്ചത്. ആ ഭാഗം പക്ഷേ ശ്രീ ഡിജോ കാപ്പൻ താങ്കൾ പറഞ്ഞില്ല. അല്ല, ഞാൻ ആ ഭാഗം തന്നെ പറയാം. അതായത് മേയർ പറയുന്ന ആ കാര്യത്തിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ മേയറുടെ കാല് പിടിച്ച് ക്ഷമ പറയാൻ തയ്യാറാണ്. അതായത് വാഹനം ഓർക്കണം, സൂപ്പർ ഫാസ്റ്റ് വാഹനങ്ങൾക്ക് 4 ഹെഡ്ലൈറ്റ് ആണ്. ആ 4 ഹെഡ്ലൈറ്റ് മുന്നോട്ട് നിൽക്കുന്നു. നമുക്കറിയാം, ആനപ്പുറത്ത് ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് KSRTC ഡ്രൈവർമാരെ കുറിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനേക്കാൾ വളരെ ഉയരത്തിലിരിക്കുക. ഇനി അല്ലെന്ന് കൂട്ടിക്കോ, ആ ഡ്രൈവറുടെ ക്യാബിനിൽ ലൈറ്റേ ഇല്ല.
അവിടെ ഒരു അഡീഷണൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിന് പ്രത്യേക സ്വിച്ച് ഉണ്ട്. അത് ഇഞ്ചിൻ്റെ കവർ തുറക്കുകയോ അല്ലെ ആവശ്യം വരുമ്പോൾ മാത്രം ആ സ്വിച്ച് ഇട്ടാൽ മാത്രമേ തെളിയുള്ളൂ. അപ്പോൾ മുന്നോട്ട് ലൈറ്റ് അടിച്ച് നിൽക്കുന്ന ആ വാഹനത്തിന്റെ ഡ്രൈവർ ഒരാംഗ്യം കാണിച്ചാൽ ഒരു കാരണവശാലും മിന്നൽ നിൽക്കുന്ന കാറിലിരിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അല്ലെ വലിയ ദിവ്യശക്തി ഉണ്ടാകണം, ആർക്കും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ CBI വല്ല കേസുകൾ അന്വേഷിക്കുമല്ലോ, ഈ മർഡർ കേസ്, അവർ ഡെമ്മി പരീക്ഷിക്കുമല്ലോ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ മേയറോട് പറയുന്നു, ഞാനും കൂടെ വരാം. എന്നിട്ട് പൊതുസമൂഹത്തിന്റെ പേരിൽ, യാത്രക്കാരുടെ പേരിൽ ഞാൻ അവരോട് ക്ഷമ പറയാം. അവർക്ക് ഈ ഹെഡ്ലൈറ്റ് ഇട്ട് പോകുന്ന ബസ്സിൽ നിന്ന് മിന്നൽ പോകുന്ന കാറിൽ ഇരുന്നുകൊണ്ട് പുറകോട്ട് നോക്കിയാൽ അവരെ ആംഗ്യം കാണിച്ചു എന്ന് തെളിയിക്കാൻ കഴിയും. ആംഗ്യം എന്ന് പോയിട്ട് കൈ പൊക്കുന്നത് മാത്രമല്ല, കൈപൊക്കി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് വിട്ടുപോകും. കൈനെ വിട്ടുപോകില്ലെന്ന് കൂട്ടിക്കോ. ഒരു കാരണവശാലും അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതിന് യാതൊരു സംശയവും അതായത് ഇല്ല. ആ ഭാഗത്തിൽ താങ്കളുടെ വാദം അതൊരു വ്യാജ ആരോപണമായിരുന്നു എന്നാണല്ലോ, അല്ലെ? അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചയിൽ. അല്ല, ഒരു പോയിന്റും കൂടെ. മാത്രവുമല്ല, ആ വാഹനത്തിലെ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇവരെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു എനിക്ക് എന്ന് പരാതിപ്പെട്ടായിരുന്നെങ്കിൽ അല്ലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേയറെ വിശ്വസിച്ചേനെ. എൻ്റെ ഒരു വിശ്വാസം, ഇവര് 2-3 വലിയ ഒഫൻസ് ചെയ്തു. അതായത് ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്താൽ മോട്ടോർ വാഹന നിയമപ്രകാരം 177A പ്രകാരം അത് പ്രോസിക്യൂഷൻ നേരിടണം. അപ്പോൾ തെറ്റ് ചെയ്തത് ഈ മേയറുടെ വാഹനം ഓടിച്ച ഡ്രൈവറാണ്. സീബ്ര ലൈനിൽ നിർത്താൻ പാടില്ല. അപ്പോൾ ഇത് പിന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ആരോപണം അതും പൊളിഞ്ഞു. അപ്പോൾ ഏതോ ബുദ്ധിയുള്ള ഒരു വക്കീൽ പറഞ്ഞു കൊടുത്തതാണ്, സ്ത്രീകൾക്ക് ചില പ്രിവിലേജുകളുണ്ട്, അതുകൊണ്ട് അത് വെച്ച് നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു, സ്ത്രീയെ അപമാനിച്ചു, സ്ത്രീയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരെ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു. അത് അന്വേഷിക്കപ്പെടട്ടെ ശ്രീ ഡിജോ കാപ്പൻ. ഇത് ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ഈ വിവാദ KSRTC ഡ്രൈവർ യദു നമ്മളോടൊപ്പം ഉണ്ട്. യദുവിനെതിരെയുള്ളൊരു പ്രധാനപ്പെട്ട പരാതി, ഒന്ന്, ഈ വളരെ റെക്ലസ് ആയിട്ട് വണ്ടി ഓടിച്ചു. അതായത് ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തില്ല, അത് പോട്ടെ. പിന്നെ വാഹനം തടഞ്ഞു നിർത്തി ഇറങ്ങി വന്ന് മേയറും MLAയും സംസാരിച്ച ശേഷം അതിനു മുൻപ് ഒരു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു. പിന്നെ ധിക്കാരത്തോടു കൂടി പെരുമാറി. അപ്പോൾ മേയറും ചോദിക്കുകയാണ്, ഞങ്ങളോട് ഇങ്ങനെയാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്നാണ്. ഇതൊക്കെ ശരിക്കും സംഭവിച്ചോ യദു? ഇതൊക്കെയാണോ ശരിക്കും സംഭവിച്ചത്? ഇതൊക്കെ ശരിക്കും സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കുന്നത്? അവർ പറയുന്നതാണല്ലോ നിങ്ങൾ പറയണത്. അല്ലാതെ ശരിക്കും എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വാർത്തയിലൊക്കെ പറയുന്നത് എല്ലാവരും ഞാൻ മോശമായിട്ട് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ആംഗ്യം കാണിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഡ്രൈവർ സീറ്റിൽ ആരെങ്കിലും കയറി ഇരുന്നിട്ട് ഒന്ന് ആംഗ്യം കാണിച്ച് ഫ്രണ്ടിലൊരു കാർ ഓടിച്ച് ഒന്ന് പഠിച്ചു നോക്കുക. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് വണ്ടി ഓടിച്ച് ക്ഷീണത്തിൽ വരുമ്പോൾ നമുക്ക് ആംഗ്യം കാണിക്കാനാണ് സമയം. ഇപ്പം ഞാൻ ആംഗ്യം കാണിക്കണവനായിട്ട് പറയുകയാണല്ലോ. നേരത്തെ ഏതോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നാണം കെടുത്തി, എന്നെ എത്രത്തോളം നാണം കെടുത്തിയിട്ട് അവർക്ക് എന്ത് നേടാനാണ്? യദുവിനെ ആരും കേട്ടില്ല എന്നാണോ യദു പറയുന്നത്? അങ്ങനെയാണെങ്കിൽ യദു പറയൂ, എന്താണ് സംഭവിച്ചതെന്ന്. ആരും കേട്ടില്ല തന്നെയാണ്. ഞാൻ ആദ്യം പറയാം, പട്ടത്തുനിന്ന് വണ്ടി എടുക്കുകയാണ്. ആളെ ഇറക്കി പട്ടത്തുനിന്ന് എടുക്കുകയാണ്. വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കാറ് ബാക്കിൽ നിന്ന് ശല്യം ചെയ്യുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡ് ഒതുക്കി കൊടുക്കുന്നു. പിന്നെ ആ കാറ് കയറി പോകുന്നു. പ്ലാമൂട് എത്തുന്നതിന് മുമ്പ് ഞാൻ ആ വീതി കൂടിയ റോഡായതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നു. അപ്പോൾ ആ ഓവർടേക്ക് ചെയ്ത് കയറി പോകുമ്പോഴാണ് ആംഗ്യ ഭാഷ കാണിച്ചു എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവരെ വണ്ടിയുടെ വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്. വലതോ ഇടതോ ആയിക്കോട്ടെ, കയറി പോകുന്ന വണ്ടിയുടെ ഇടത് സൈഡായാലും വലത് സൈഡായാലും എനിക്ക് ആംഗ്യം കാണിക്കുന്ന മാഡത്തിന് കാണാനും പറ്റൂല. അഥവാ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വാദങ്ങളെ എല്ലാവരും കേൾക്കുള്ളൂ. ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ, അതിൻ്റെ അകത്തൊരു MLAയോ MP ആയിരുന്നെങ്കിൽ, ഞാൻ ബസ് ഡ്രൈവർ സ്ത്രീയാണ്, ഞാൻ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ പറയണേ, എന്നെ MLA കാണിച്ചു, അത് ഓക്കെ ആയിരുന്നു. എന്നാൽ കാറിൻ്റെ അകത്തിരിക്കുന്ന ആൾ കാണണമെങ്കിൽ ഓക്കെ ആയിരിക്കും ആംഗ്യം കാണിച്ചൊന്നും. ഇപ്പോൾ മേളിലിരിക്കുന്ന ഡ്രൈവറല്ലേ, അപ്പോൾ കാറിൻ്റെ അകത്തിരിക്കുന്നവർ എന്താണ് ചെയ്യണമെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറയുന്നത്. ഇത് അവർക്ക് പവറുണ്ട്, മണിയുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഈ കുറുകനെ കൊണ്ടിട്ടതിന് ന്യായം പറയുന്നു. ട്രാഫിക് നിയമം അനുസരിച്ച് ഒരു വണ്ടിയുടെ ഇടത് സൈഡിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ല. അപ്പോൾ വണ്ടി കുറുകെ കൊണ്ട് ഇട്ട ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഇതൊന്ന് വിശദീകരിക്കൂ.
ഞാൻ പറയാം. അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. വണ്ടി കുറുകെ കൊണ്ടിട്ട് ഞാൻ റെഡ് സിഗ്നലിൽ എത്തിയപ്പോൾ വണ്ടി അവിടെ അടുത്ത ഗ്രീൻ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫാസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് ഈ കാറ് കൊണ്ടുവന്ന് കയറ്റിയിടുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ റെഡ് സിഗ്നലിലാണ് ഞാൻ കാറ് കൊണ്ട് കയറ്റിയിട്ടതെന്ന്. ഒരു വണ്ടിയെ തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരു മാന്യതയുള്ള ഒരു മാഡമാണെങ്കിൽ പറയണമായിരുന്നു, എൻ്റെ സൈഡിൽ വന്നിട്ട് പറയാം, യദു അല്ലെങ്കിൽ KSRTC ഡ്രൈവർ നിങ്ങളിങ്ങനെ അപമര്യാദയിൽ പെരുമാറി എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, ഞാൻ ഇവിടുത്തെ മേയറാണ്, ഒതുക്കിയിടും വണ്ടി, മാന്യമായിട്ട് പറയാം. അല്ലാതെ വന്ന് ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറഞ്ഞില്ല. വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഒരു സഹോദരൻ എന്നൊരു പയ്യ, കാർ ഓട്ടിച്ച പയ്യെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ എന്താടാ തോന്നിവാസം കാണിക്കുന്നത്, റോഡിൽ ഇങ്ങനെയാണ് വണ്ടി ഓട്ടിക്കുന്നത്, നമ്മുടെ കാറിൽ ഇപ്പോൾ തട്ടിയനല്ല ഇങ്ങനെയാണോ വണ്ടി ഓട്ടിക്കുന്നതാണെന്ന് ചോദിച്ചാൽ, അല്ലാതെ അശ്ലീലം കാണിച്ചെന്നോ മാഡത്തിന് എന്താണെന്ന് പറഞ്ഞെന്നോ അല്ല പറഞ്ഞത്. റോഡിൽ ഇങ്ങനെയാണോ വണ്ടി ഓട്ടിക്കുന്നത്, ഇത്രയും സ്പീഡിലാണോ പോകുന്നത് ഈ ആളുകളെ ഇരുത്തിക്കൊണ്ട്, പിന്നെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡില്ലാതെ എങ്ങനെ പോകണമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ, നിൻ്റെ അപ്പൻ്റെ വകയാടാ റോഡെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ചോദിച്ചു, നിൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന്. അതിനെന്താണ് തെറ്റ്? അല്ല, അതാരാണ് ചോദിച്ചത്? മേയറുടെ സഹോദരനാണോ? മേയറിൻ്റെ സഹോദരനാണ്. അത് ചോദിച്ചപ്പോഴാണ് ഇത് 2 സ്ത്രീകളായിട്ട് പുറത്ത് വന്നത്. ആകെ 2 പയ്യന്മാരാണ് ആദ്യം പുറത്തിറങ്ങിയത്. പിന്നെ 2 സ്ത്രീകൾ വന്നിട്ട് അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ എന്തോ ലൈംഗിക ചവയോട് കൂടിയിട്ട് എന്തോ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കേട്ട് എന്താണ് ആംഗ്യം എന്ന് ചോദിച്ചു. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, അത് മോശമായിട്ടുള്ള ആംഗ്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചെങ്കിൽ എനിക്കറിയണ്ടേ ഞാൻ എന്താണ് ആംഗ്യം കാണിച്ചതെന്ന്. അപ്പോഴാണ് ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് ഒരു പയ്യൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ, ഇവർ ഈ സംസാരിക്കുന്ന എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഒരാളുടെ പേഴ്സണൽ യൂസാണ് ഫോണ്. അവരെ ഫോണ് അവർ വീഡിയോ എടുക്കുക, ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന പൊതുജനങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. പിന്നെ അവനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അകത്ത് MLA കയറി വന്ന്, ഞാൻ MLA ആണെന്ന് പിന്നീട് അകത്ത് കയറി വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി അവനെ കൊല്ലൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവൻ ഡിലീറ്റ് ചെയ്തു. അല്ല, അത്രയ്ക്ക് ബഹളമായിരുന്നു. ഇതിനകത്ത് യദു പറഞ്ഞൊരു ഭാഗം, അതായത് ഇതിനകത്ത് സത്യമൊക്കെ തെളിയാനുള്ള തെളിവുകൾ ഉണ്ട്, അതായത് ചില ദൃശ്യങ്ങളുണ്ട്, വീഡിയോ വരാനുണ്ട്, അതും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് യദു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൽ KSRTC ബസ്സിനകത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നു. അല്ല യദു, ബസ്സിനകത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നു. ബസ്സിൽ എവിടെയെങ്കിലും ക്യാമറ ഉണ്ട്? ഒന്ന് പറയൂ, എവിടെയൊക്കെയാണുള്ളത്? ബസ്സിൽ എവിടെയൊക്കെയാണ് ക്യാമറ? ഫ്രണ്ടിലുണ്ട്, ഡ്രൈവർ ക്യാബിന്റെ മേളിലുണ്ട്, ബാക്ക് സൈഡിലുണ്ട്. 3 ക്യാമറയാണ് ഉള്ളത്. 3 ക്യാമറ ബസ്സിനകത്തുണ്ട്. അപ്പൊ പട്ടം മുതലുള്ള യാത്ര എങ്ങനെയായിരുന്നു, ഈ വണ്ടി ഓവർടേക്ക് ചെയ്തത് എങ്ങനെയാണ്, മുഴുവൻ കാര്യങ്ങളും ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ ക്യാമറ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത്. ആ ക്യാമറയിലെല്ലാം കിട്ടും. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ സേഫ് ആയിട്ടുണ്ടോ യദു? ആ ദൃശ്യങ്ങൾ വളരെ സുരക്ഷിതമായിട്ടുണ്ടോ? സേഫായിട്ട് ഞാനിപ്പോൾ ഡ്രൈവർ മാത്രമാണ്. അതിൻ്റെ ഇലക്ട്രിക്കൽ പരിപാടികളൊന്നും എനിക്ക് അറിയത്തില്ല. അത് CMDക്കും മന്ത്രിക്കും മാത്രമേ അറിയാവുള്ളൂ. അതിൻ്റെ ഡീറ്റെയിലൊക്കെ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് യദു പറയുന്നത് ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാകും, അങ്ങനെയാണോ? ആ വസ്തുതകളെല്ലാം മനസ്സിലാവും. ഡോറ് വലിച്ചു തുറന്നതും ഡോറ് മേരെ തള്ളി തുറക്കുന്നതൊക്കെ കാണാം, അതിൽ കാണാം, എല്ലാം കാണാം. ഡോറ് തള്ളി തുറന്നത് ആരാണ്? ഡോറ് ആദ്യം വലിച്ചു തുറന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ആദ്യം ഇറങ്ങിയ ആളാണ്. 2 പേരാണ് എന്നൊക്കെ പറഞ്ഞ് വലിച്ചു തുറന്നു. ഹൈഡ്രോളിക് ഡോർ അല്ല, ഡ്രൈവർ ഡോറാണ്. ഡ്രൈവർ സൈഡിലെ ഡോറാണ്. ഹൈഡ്രോളിക് ഡോർ എൻ്റെ അടുത്ത് തട്ടിയാണ് MLA വന്ന് തട്ടിയിട്ട് തുറക്കെന്ന് പറഞ്ഞാണ് പിന്നെ തുറന്നു കൊടുത്തത്. ശരി, ഈ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇത് നിന്റെ എന്താണ് ചോദിച്ചത്, അപ്പന്റെ വകയാണോ ഈ റോഡ്, അങ്ങനെ എന്തോ ചോദിച്ചു അല്ലേ? അപ്പൊ അതിനപ്പുറം അപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഏത് മറുപടി അല്ല, അതിനപ്പുറം വേറെ എന്തെങ്കിലും അസഭ്യമായ ആരാണ് ചോദിച്ചതെന്ന് പറയുന്നത്? അതല്ല, ആരാണ് ചോദിച്ചത്? യദു പറയുന്നത് മേയറുടെ സഹോദരനാണെന്നാണ്.
ആ സഹോദരന്റെ അടുത്താണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ശരി, അപ്പൊ ഈ ട്രിപ്പ് നിങ്ങളുടെ മുടങ്ങി അപ്പന്റെ കഴിഞ്ഞാൽ യദു അത് വകയാണോ എന്ന് ഞാൻ റിപ്പോർട്ട് ചോദിച്ചു. ചെയ്യണമല്ലോ ഇങ്ങനെ അല്ലെ? സീബ്ര യദുവിന് ക്രോസിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം, അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ഡിപ്പോയുടെ ചെയ്തല്ലോ. ചുമതലയുള്ള ആൾക്കും കംപ്ലൈന്റ് കൊടുക്കാം ട്രിപ്പ് മുടങ്ങിയതിന്. കൊടുത്തല്ലോ. അങ്ങനെ പരാതി കൊടുത്തോ? ഞാൻ കൊടുത്തു 10:30 തന്നെയാണ്, 10:30, 10:45, 11 മണിക്കകത്ത് തന്നെ എല്ലാവർക്കും റിപ്പോർട്ടും കൊടുത്തു, ഒപ്പിട്ടും കൊടുത്തു. ആ പരാതി സ്വീകരിച്ചോ? എൻ്റെ ഭാഗത്തെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടോ? ആ പരാതി സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് ഇപ്പം അറിഞ്ഞൂടെ. പരാതി സ്വീകരിക്കാത്തോണ്ടാണല്ലോ ഈ നടപടികളെല്ലാം ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് പോലീസ് യദുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകായിരുന്നു. സ്വീകരിച്ചില്ലല്ലോ, മാഡത്തിന്റെ പരാതി മാത്രമല്ലേ. അതെ, യദുവിനെ പോലീസ് കൊണ്ടുപോകുമായിരുന്നു അവിടെ നിന്ന് കസ്റ്റഡിയിൽ. പോലീസ് എന്നെ അപ്പോൾ 10:15 എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോലീസ് കൊണ്ടുപോയി. ആ ആളുകളെയൊക്കെ MLA ഈ വണ്ടി പോകില്ല, ഡ്രൈവർ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അതായത് MLA ബസ്സിനകത്ത് കയറി എന്നിട്ട് ആളുകളെ ഇറക്കി വിട്ടു. ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്നെന്ന് അറിഞ്ഞൂടാ. ബസ്സിൻ്റെ അകത്ത് കയറി കണ്ടക്ടർ ഇരുന്ന സീറ്റ് കണ്ടക്ടറിനെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുന്നു. ബസ് നീക്കിയിടാൻ ആവശ്യപ്പെട്ടു, എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഈ ആ ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ ഇതെല്ലാം ആരെങ്കിലുമൊക്കെ ഇതിന്റെ വീഡിയോസ് എടുത്തു കാണുമല്ലോ അല്ലേ? വീഡിയോസ് എടുത്തതാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അതിന് മെയിനായിട്ട് അതിനാണ് ഇദ്ദേഹം കിടന്ന് ബഹളം വെച്ചിട്ടാണ് അവസാനം ഞാൻ ഡോറ് തുറന്നു കൊടുത്തത്. വീഡിയോ എടുക്കാൻ പാടില്ല, എൻ്റെ വൈഫിൻ്റെയും എൻ്റെ ഈ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ഡിലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് മാഡം ഇങ്ങനെ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ MLA അകത്ത് കയറി യാത്രക്കാരോട് ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. യാത്രക്കാരോടല്ല, ഒരു യാത്രക്കാരനോടാണ്. ഒരു യാത്രക്കാരൻ. എന്നിട്ട് യദു പരാതിപ്പെട്ടു, ആ പരാതി സ്വീകരിച്ചില്ല അല്ലേ? എൻ്റെ പരാതി സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കൊടുത്തത് 10:30ക്കും 11 മണിക്കും ഇടയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഓർമ്മയുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ഫോട്ടോ മൊബൈലിൽ എടുത്തു വച്ചായിരുന്നു. ഏത് ഫോട്ടോ? പരാതിയുടെ ഫോട്ടോ? ആ പേപ്പർ എങ്ങെടുക്കോ, പേപ്പർ. ശരി, അത് കാണിക്കാം. യദു, പിന്നെ ഈ പോലീസ് യദുവിനെ എന്ത് കാരണം പറഞ്ഞാണ് കസ്റ്റഡിയിൽ എടുത്തത്? എൻ്റെ അടുത്ത് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ മേയറിന് വണ്ടി സ്ഥലം കൊടുത്തില്ലെന്നും മേയറിനെ അപമാനിച്ചു എന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. SI വന്നിട്ട് എൻ്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ കേട്ടത് എന്താണെന്ന് ചോദിച്ചു. വേറെ ഒന്നും ചോദിച്ചില്ല. എന്നെ വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും പിന്നെ നേരെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങൾ വണ്ടി ഇങ്ങനെ ഓടിച്ചത് കറക്റ്റാണോ, മേയറാണെന്ന് അറിയാമായിരുന്നോ? ഞാൻ പറഞ്ഞാൽ അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ യദു ഈ കാര്യത്തിൽ പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോകാനാണോ തീരുമാനം? കേസുമായി മുന്നോട്ട് പോകാനാണോ? ഞാനിപ്പോൾ ഈ കേസ് കൊടുത്തത് ഞാൻ ഇന്ന് 2-3 പേപ്പറൊക്കെ എടുത്ത് വച്ചേക്കാണ്. അതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള നിയമ നടപടി എടുത്തില്ലെങ്കിൽ കോടതി പോകും. ഈ വണ്ടിക്കകത്ത്, അതായത് ബസ്സിനകത്ത് 3 ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നാണ് യദു പറഞ്ഞത്. ഈ 3 ക്യാമറകളും പരിശോധിക്കണം എന്ന് യദു KSRTCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പരിശോധിക്കണമെന്ന് എൻ്റെ ആവശ്യമില്ലല്ലോ. അവരെ എന്തോ കാണിച്ചെന്നല്ലേ പറയുന്നത്, അവരല്ലേ പറയേണ്ടത്. ഞാൻ പറയുന്നതിനെക്കാട്ടി മേയർ പറയുന്നതാണ് കറക്റ്റ്. മേയർ പറഞ്ഞ് റെക്കോർഡ് എടുക്കുക. അത് മേയറല്ലേ അശ്ലീലം കാണിച്ചു, എന്നെ അല്ലല്ലോ അശ്ലീലം കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ചീത്ത വിളിച്ചതും അടിക്കാൻ നിൽക്കുന്നതൊക്കെ വീഡിയോയിലെല്ലാം പബ്ലിഷാണ്. മാഡത്തിന് എന്തോ കാണിച്ചെന്ന് പറഞ്ഞത് മാഡത്തിന് ഇതുവരെയ്ക്കും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇത് പറയുന്നത് ഇതെല്ലാം മാഡം പറഞ്ഞ മാഡം പറയാണ് അശ്ലീല എന്തോ കാണിച്ചെന്ന് പറഞ്ഞ ഒരു മുമ്പ് കേസുണ്ടെന്ന്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കോപ്പിയാണ്, വെറുതെ വിട്ടതിൻ്റെ കോപ്പിയാണ് ഇതായിരിക്കുന്നത്. നിങ്ങൾ ഈ വാർത്തയെ കേട്ടിട്ട് എന്നെ കുറ്റം പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കണം. ഇതും കൂടെ നോക്കിയിട്ട് ഈ കുറ്റം പറയുക. മനസ്സിലായോ? ഞാൻ ജഡ്ജ്മെൻറ്റ് കോപ്പിയാണ്. ഞാൻ അതിൽ ഒരു തെറ്റുകാരനും അല്ലെന്ന് പറഞ്ഞ് കോടതി വിധി ഇട്ടതാണ്. ഏത് കേസിലാണ് തന്നെ ഞാൻ കേസ് കൊടുക്കും. അത് ഏത് കേസിലാണ്? ഏത് കേസാണ് മാഡം ഏത് കേസാണ് അശ്ലീലം കാണിച്ച മുമ്പ് ഇങ്ങനെ ഒരു കേസുണ്ടെന്ന് മാഡം പറഞ്ഞില്ലേ? മാഡം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഏറ്റുപിടിച്ച് പറഞ്ഞല്ലോ. ആ കേസ് തന്നെയാണ്.
അപ്പോൾ യദു ഈ വിഷ്വൽസ് വേണമെന്ന് യദു പറഞ്ഞിട്ടില്ല, അത് പരിശോധിക്കണമെന്ന് യദു പറഞ്ഞില്ല. യദു അല്ലേ പറഞ്ഞത് ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാം. KSRTC ബസ്സിനകത്തുള്ള വിഷ്വൽസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോ വീഡിയോസിലും ഓരോ വീഡിയോയും എൻ്റെ കയ്യിലുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ടോ ഈ വീഡിയോസ്. ആ കാർ കുറുകനെ കൊണ്ടിട്ടതും മാഡം സംസാരിക്കുന്നതും മാഡം ഷൗട്ട് ചെയ്യുന്നതും മാഡത്തിൻ്റെ ഹസ്ബൻഡ് വണ്ടി തുറന്ന് അകത്ത് കയറുന്നത് മാത്രമേ ഇനി വീഡിയോയിൽ കിട്ടാവുള്ളൂ. ബാക്കി എല്ലാം വീഡിയോയിലുണ്ട്. സാധാ വീഡിയോയിൽ പബ്ലിഷായ എല്ലാ വീഡിയോയിലും മാഡം സംസാരിക്കുന്ന ഉൾപ്പെടെ കേൾക്കാം. പിന്നെ എനിക്കത് തെളിയിക്കേണ്ട കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ കോടതിയിൽ ഇതൊക്കെ പരാതി നടന്ന സംഭവങ്ങളെ മുഴുവൻ ഉണ്ടായില്ലെങ്കിൽ ഈ നടന്ന സംഭവങ്ങളിൽ മുഴുവൻ സാക്ഷി പറയാൻ യാത്രക്കാരെങ്കിലും ഉണ്ടാകുമോ? സാക്ഷി പറയാൻ യാത്രക്കാരെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്തെന്ന് റിസർവേഷൻ ചാർട്ടൊക്കെ കണ്ടക്ടറിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ ചാർട്ടൊക്കെ കിട്ടി പാസഞ്ചറിൻ്റെ അടുത്തൊക്കെ ചോദിക്കണം. പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രി, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാവരെയും പേഴ്സണലായിട്ട് വിളിച്ച് തിരക്കിയപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്, പൊതുവേ പറയുന്നത്. എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ നാളെ ഡിപ്പോയിൽ പോയി എല്ലാവരും റിസർവേഷൻ ചാർട്ട് എടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കണം എന്താണെന്നുള്ള. ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനെക്കാട്ടിയും വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതി. ആരെങ്കിലും പ്രതിനിധികളോ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ച് കറക്റ്റ് ചെയ്താൽ. ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും ദൃശ്യങ്ങൾ, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവായി മാറാവുന്ന ദൃശ്യങ്ങൾ എന്തെങ്കിലും യദുവിന്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിപ്പോൾ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് പറയാം. ഈ യദു നിലവിലില്ല. യദു ഈ KSRTC ബസ്സിനകത്തെ ക്യാമറകളെ കുറിച്ച് പറഞ്ഞു. മുന്നിലും പിന്നിലും പിന്നീട് ഈ ഡ്രൈവറുടെ ക്യാബിനിലും ക്യാമറയുണ്ട്. അതായത് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് യദുവിനെ കുറിച്ച് മേയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ ക്യാബിനിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് സത്യമാണോ അല്ലയോ എന്ന് തെളിയും അല്ലേ? അത് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവർ ക്യാബിനിലുള്ള ക്യാമറ എടുത്ത് തന്നെ ഒന്നേ ഞാൻ അശ്ലീലം കാണിച്ചിട്ടുണ്ടോ എന്ന് തെളിയും. പിന്നെ മേയർ MLA അകത്ത് കയറുന്നതും വീഡിയോയിൽ അതിൽ കിട്ടും. ആ ക്യാമറ എടുത്ത് രണ്ടും കിട്ടും. ശരി, സത്യാവസ്ഥയെ മനസ്സിലാവും. ശരി, ഞാൻ വരാം. ഡോക്ടർ JS ഷിജു ഖാൻ, അതായത് ഈ സംഭവം രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞു, ഒരു ചെറു ചിരിയോടുകൂടി പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു ചെറിയ പ്രശ്നത്തെ അപക്വമായ ഇടപെടൽ കൊണ്ട് മേയറും ജനപ്രതിനിധിയും വഷളാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മുൻകാലത്തെ ചില അനുഭവങ്ങൾ, അതായത് വളരെ പക്വതയോടുകൂടി ഇത്തരം സംഭവങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കേരളത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. താങ്കൾ കേട്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. പ്രശ്നം ഈ രീതിയിൽ വഷളായ സാഹചര്യത്തിൽ മേയർ കാണിച്ച കാര്യങ്ങളിലെ നിയമലംഘനം കണ്ണിൽപ്പെടാതെ പോകുന്നതിൻ്റെ ന്യായം എന്താണ്? മേയർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു ഭാഗത്ത് മാത്രം നടപടി, മറുഭാഗത്ത് അനക്കമില്ല. അതെന്തുകൊണ്ടാണ്? മേയർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഏതു പറഞ്ഞതുപോലെ അതെല്ലാം സാക്ഷ്യപ്പെടുത്താൻ ദൃശ്യങ്ങൾ ഉണ്ടെന്നിരിക്കെ ഈ അവ്യക്തതകൾ ഉണ്ടാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഡോക്ടർ ഷിജു ഖാൻ. ഇപ്പോൾ ഏതാണ്ട് ശ്രീ ഗോപികൃഷ്ണൻ ചർച്ച തുടങ്ങിയ അരമണിക്കൂർ ആവുകയാണ്. ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ, ക്രിമിനൽ കേസിലെ പ്രതി നീണ്ട നേരം അങ്ങയുമായിട്ട് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ കക്ഷി രാഷ്ട്രീയ തലത്തിനപ്പുറത്തേക്ക് സ്ത്രീകൾ നേരിടുന്ന വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങളിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും നവോത്ഥാനവും അതിൻ്റെ തുടർച്ചയിലുമൊക്കെ നമ്മൾ വളരെയധികം മുന്നേറിയിട്ടും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പുരുഷാധിപത്യ പ്രവണതകളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക അധിക്ഷേപവും അശ്ലീല ആംഗ്യങ്ങളുമൊക്കെ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ മേയർ എന്നതിലോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്നതിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയിലോ ഒരു ഡോക്ടർ എന്ന നിലയിലോ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ നാട്ടിലെ വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വനിത വളരെ അധികം അപമാനിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും
ലൈംഗിക അധിക്ഷേപത്തിന് വിധേയയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരികയും തൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കൊണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്യുന്ന വളരെ പക്വമതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ വനിതയും കുടുംബാംഗങ്ങളും പിന്നെ മറ്റൊരു പിന്നെ ബന്ധുവായിട്ടുള്ള സ്ത്രീയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേരായിട്ട് ലൈംഗിക അധിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ചർച്ചയിലുടനീളം തൻ്റെ ഭാഗന്യായീകരിക്കുന്നത്. അപ്പോൾ കുറ്റവാളികൾ പ്രതികളൊക്കെ ഇങ്ങനെ തന്നെ പ്രവണതയുള്ള ആളുകളാണ്. ഈ 1-2 കേസുകളല്ല, നിരവധി കേസുകളിൽ പ്രതിയാവുകയും അത്തരത്തിലുള്ള പൂർവ്വകാല അനുഭവമുള്ള ആളുമാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയായ യദു. അപ്പോൾ യദുവിൻ്റെത് നിഷ്കളങ്കവും വിശുദ്ധവുമായ വാദങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ നിരവധി അപായകരമായ നിലയിൽ വാഹനമോടിക്കുക, ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിക്കുക ഉൾപ്പെടെ നിരവധി കേസുകൾ, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, പേരൂർക്കട പോലീസ് സ്റ്റേഷൻ, നേമം പോലീസ് സ്റ്റേഷൻ, നിരവധി കേസുകളിൽ അദ്ദേഹം പ്രതി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ ഇവിടെ പിന്നെ ആര്യയ്ക്ക് നേരായിട്ടുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഡിജോ കാപ്പൻ പറയുകയാണ്, ചില നിയമങ്ങളെക്കുറിച്ചാണ് ഡിജോ കാപ്പൻ പറയുന്നത്. നമ്മുടെ സ്ത്രീകൾ, ഡിജോ കാപ്പൻ്റെയും എൻ്റെയും ഗോപികൃഷ്ണൻ്റെയും ഒക്കെ വീടുകളിലെ സ്ത്രീകൾ, നമ്മൾ സ്ത്രീകളോട് നന്നായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടിലുള്ളവരോ ഒക്കെ അവർ എവിടെയൊക്കെയാണ് അവരെ ആക്ഷേപിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്, അവർക്ക് നേരായിട്ടുള്ള അതിക്രമങ്ങൾ ഏതൊക്കെ നിലയിലുണ്ടാകുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. ഏത് നിലയിലുള്ള സ്ത്രീകളും അത്തരം അധിക്ഷേപങ്ങൾക്ക് പലപ്പോഴും വിധേയരാണ്. ആര്യ എന്ത് ചെയ്യണമായിരുന്നു? ആര്യ ആ വാഹനത്തിലിരുന്ന് പിന്നെ മറ്റൊരു വാഹനത്തിലെ ഡ്രൈവർ കാണിക്കുന്ന ലൈംഗിക ചേഷ്ട അതെന്താണ് എന്ന് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു ടെലിവിഷൻ ചർച്ചയിൽ നമ്മൾ എങ്ങനെ വ്യക്തമാക്കും? അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ലൈംഗിക ചേഷ്ട, ലൈംഗിക അപമാനം ഒക്കെ നേരിടുകയാണ്. എന്ത് ചെയ്യണമായിരുന്നു ആര്യ ഇതെല്ലാം കേട്ട് ഈ ആക്ഷേപം സഹിച്ച് ഇതെല്ലാം തൻ്റെ വിധിയാണെന്നോർത്ത് വീട്ടിൽ പോയി അന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം സമാധാനമായി തൻ്റെ തൊഴിലിൽ തുടർന്ന് ഏർപ്പെടണമായിരുന്നോ? അതോ ഇത്തരത്തിൽ പല സ്ത്രീകളും നിസ്സഹായരായി നേരിടുന്ന ആക്ഷേപങ്ങളും അപമാനങ്ങളും തനിക്ക് സഹിക്കാനാവില്ല, തന്നോടൊപ്പമുള്ള ഒരു സ്ത്രീക്ക് സഹിക്കാനാവില്ല, താൻ പ്രതികരിക്കും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു. ആ ഡ്രൈവറോട് താൻ നേരിടുന്ന ഒരു സ്ത്രീയുടെ അധിക്ഷേപമാണ്. അത് CPIM പ്രവർത്തിക്കുന്ന സ്ത്രീയാവട്ടെ, BJP പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ, ഡിജോ കാപ്പൻ്റെയും എൻ്റെയും ഗോപികൃഷ്ണൻ്റെയും കുടുംബാംഗങ്ങളാകട്ടെ, ഭാര്യയാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിയാവട്ടെ, അത്തരമൊരു അധിക്ഷേപം സഹിക്കാനാവില്ല എന്ന് പുറത്തേക്ക് വന്ന് പ്രകടിപ്പിക്കുകയാണ് ഡിജോ കാപ്പൻ. അതാണ് പുതിയ സ്ത്രീ. അവർ ചോദിക്കും, ഇതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായ പ്രതികരണം ഉന്നയിക്കും. അവർ ഡ്രൈവറെ അവരോ കുടുംബാംഗങ്ങളോ ഒന്നും തല്ലിയില്ലല്ലോ, അവർ പിടിച്ചിറക്കി റോഡിൽ വെച്ച് അടിച്ചില്ലല്ലോ. അവർ താൻ നേരിട്ട ക്രൂരമായ ഒരു ലൈംഗിക അധിക്ഷേപത്തോട് പ്രതികരിച്ചു. അതാണ് എന്തിനാണ് മേയർ പൊതുസമൂഹത്തോട് നുണ പറഞ്ഞത്? ഡോക്ടർ ഷിജു ഖാൻ, മേയർ എന്തിനാണ് പൊതുസമൂഹത്തോട് നുണ പറയുന്നത്? അവർ വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വനിതയല്ലേ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത്, അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എവിടെയുണ്ടെങ്കിലും അത് നേരിടേണ്ടതാണ്. പുരോഗമന സമൂഹത്തിന് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സ്ത്രീ പ്രതികരിക്കേണ്ടതാണ്. ഇതെല്ലാം ഈ നവീന ഈ പുരോഗമന ആശയങ്ങളോടൊപ്പം ഞാനുമുണ്ട്. പക്ഷേ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾ സീബ്ര ലൈനിൽ നിർത്തിയിട്ടില്ല, ഞങ്ങൾ വാഹനത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ല എന്നൊക്കെ പച്ചക്കള്ളം എന്തിനാണ് മേയർ പറഞ്ഞത്? അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ദൃശ്യങ്ങൾ വന്നില്ലേ? നിയമം കയ്യിലെടുക്കാൻ തിരുവനന്തപുരം മേയർക്ക് എന്ത് സവിശേഷ അധികാരമാണുള്ളത്? മേയർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തി വാഹനം സിനിമാ സ്റ്റൈലിൽ നടു റോട്ടിലിട്ട് സീബ്ര ലൈനിൽ വാഹനം നിർത്തിയിട്ടാണോ മേയർ അവരുടെ സ്ത്രീ പക്ഷ നിലപാടും അധികാരവും ഒക്കെ കാണിക്കേണ്ടത്? ഷിജു ഖാൻ. ഗോപികൃഷ്ണ, ഇപ്പോൾ കഴിഞ്ഞൊരു 2 ദിവസമായി യദു ടെലിവിഷൻ ചർച്ചയിലും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ യദു ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഒക്കെ വളരെ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ആര്യയെ മേയറെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നടത്തുന്ന വളരെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യദുവിനെ ആര്യയ്ക്ക് പൂർവ്വ പരിചയമില്ല.
അവർ തമ്മിൽ പൂർവ്വകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വൈരാഗ്യമോ വ്യക്തിപരമായ പരിചയമോ ഇല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആര്യയെപ്പോലെ ഇപ്പോൾ ഗോപികൃഷ്ണൻ എത്ര കാലമായി അങ്ങയുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു, ഞാൻ എത്ര കാലമായി പൊതുപ്രവർത്തനം നടത്തുന്നു. ആര്യയും ദീർഘകാലമായി ബാലസംഘത്തിൻ്റെ, SFIയുടെ, DYFIയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു നിസാര പ്രശ്നം ഉണ്ടായാൽ ക്ഷമിക്കാനോ ഏതെങ്കിലും ഒരു നിസാര പ്രശ്നം ഉണ്ടായാൽ അത് വിട്ടുകളയാനോ ഒക്കെയുള്ള പക്വതയും ആര്യയ്ക്കുണ്ട്. പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഗോപികൃഷ്ണ, തൻ്റെ സ്ത്രീത്വത്തിന് നേരെ, തൻ്റെ അന്തസ്സിന് നേരെ ഒരു ഗുരുതരമായ ലൈംഗിക ചേഷ്ട നടത്തുന്നയാളുടെ ആ മനോവൈകൃതം സഹിച്ച് ഷിജു ഖാൻ, എന്റെ ചോദ്യം ഞാൻ പറയുന്നു, അവർ പ്രതികരിക്കട്ടെ. അവർ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിയമപരമായ കാര്യങ്ങൾ നേരിടട്ടെ. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനും ജനപ്രതിനിധിയായ സച്ചിൻ ദേവിനും എതിരായിട്ടുള്ള നിയമ നടപടികൾ തടസ്സപ്പെടുന്നു? ഏത് സവിശേഷ അധികാരമാണ് അവരെ ഇത്തരം നിയമലംഘനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കപ്പെടേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. താങ്കൾ അതിന്റെ ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നു ആര്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അനാവശ്യമായി അവർക്ക് പിന്തുണ നൽകി ന്യായീകരിക്കാനാണ് താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമാനുസരണം അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ, അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, നടപടിയെടുക്കട്ടെ. ആരാണ് നിയമം ലംഘിക്കാൻ അവർക്ക് അധികാരം കൊടുത്തത്? എന്ത് സവിശേഷാധികാരത്തിന്റെ പേരിലാണ് ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം നഗരസഭാ ദിവ സംരക്ഷിക്കപ്പെടുന്നത്? സച്ചിൻ ദേവ് എന്ന MLA സംരക്ഷിക്കപ്പെടുന്നത്? എന്ത് ധാർമ്മികതയുടെ പേരിലാണ് പാർട്ടി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം നേരത്തെയുള്ള ചോദ്യം തന്നെ നിങ്ങൾ ആവർത്തിക്കുകയാണ്. എന്നെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കിക്കോ. പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കുന്ന കാര്യം, ആര്യയുടെ സ്ത്രീത്വത്തിനും അഭിമാനത്തിനും അന്തസ്സിനും നേരായി ഒരധിക്ഷേപം ഉണ്ടായാൽ ആര്യയല്ല, ഗോപികൃഷ്ണനും പ്രതികരിക്കും. ഗോപികൃഷ്ണൻ, ഞാനും പ്രതികരിക്കും. നിങ്ങളുടെ ഭാര്യയും എൻ്റെ ഭാര്യയും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ പ്രതികരിക്കും. ഗോപികൃഷ്ണ, നിങ്ങൾക്ക് സ്ത്രീകളുമായി അടുത്ത പരിചയമില്ലേ? അവരൊന്നും സംരക്ഷിക്കാൻ നിയമം വഴങ്ങി കൊടുക്കില്ല. കേൾക്കൂ, എന്റെ ഭാര്യയും എന്റെ പെങ്ങളും എന്റെ വീട്ടിലെ സ്ത്രീകളും ഒക്കെ പ്രതികരിച്ചാൽ അവർക്കെന്നാ നിയമം അങ്ങ് വഴിമാറി കൊടുക്കാം എന്ന് കരുതുകയില്ല. അങ്ങനോട്ട് സംഭവിക്കാനും പോകുന്നില്ല. ഇവിടെ അങ്ങനെ പ്രതികരിച്ച ആളുകൾക്ക് ഒന്നും പ്രത്യേകിച്ച് ഇളവുകളും കിട്ടിയിട്ടില്ല. അല്ല ഗോപികൃഷ്ണ, ഞാനൊന്ന് പറഞ്ഞു തീർക്കാനുള്ള സമയം തരൂ. അങ്ങ് ചർച്ചയിലുടനീളം ആര്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കോ. അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ഷിജു ഖാൻ. താങ്കൾക്ക് താങ്കളുടെ വാദം പറയാം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. താങ്കൾ എങ്ങനെ ഉറച്ചു നിന്നാലും താങ്കൾ ആര്യയെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനുമാണ് വന്നിട്ടുള്ളെങ്കിൽ അതായിക്കോളൂ. താങ്കളുടെ വാദം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടി ഉണ്ടെങ്കിൽ പ്രതികരിക്കണം. എനിക്ക് അതിനകത്ത് എതിരഭിപ്രായമില്ല. അതിന് നിയമപരമായ നടപടികൾ അതായത് എന്നെ അടിച്ചു അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ന്യായം താങ്കൾ ഇവിടെ പറയരുത്. എന്നെ അടിച്ചു അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ന്യായം ഒരു നിയമ സംവിധാനം വാഴുന്ന സമൂഹത്തിൽ അത് പറ്റില്ല. മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ ആ ചെയ്തതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ എന്താണ് അവർക്ക് മടി? എന്താണ് സച്ചിൻ ദേവ് എന്ത് അധികാരം വെച്ചിട്ടാണ് KSRTC ബസ്സിനകത്ത് കയറിയിട്ട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് ഈ സർവീസ് ഇവിടെ നിർത്തിയെന്ന് പറയുന്നത്? എന്ത് അധികാരമാണ് സച്ചിൻ ദേവ് MLAക്ക് ഈ KSRTC ഇവിടുന്ന് സർവീസ് നടത്തില്ല എന്ന് പറയാൻ കൊടുക്കുന്നത്? ഷിജു ഖാൻ, എന്ത് അധികാരമാണ് സച്ചിൻ ദേവ് MLAക്ക് ഉള്ളത്? വീഡിയോ കണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ മറ്റേ വീഡിയോയും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ട വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മേയർ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ കണ്ട വീഡിയോയിൽ സീബ്ര ലൈനിൽ സിനിമാ സ്റ്റൈലിൽ ക്രോസ് ചെയ്ത് വണ്ടി നിർത്തി KSRTC തടയുന്ന വീഡിയോ കണ്ടല്ലോ. ഞാൻ കണ്ടു, താങ്കൾ കണ്ടില്ലേ? അല്ല ഗോപികൃഷ്ണ, ഇതൊരു ഡ്രൈവറെ ഒരു വളരെ പാവം, നിഷ്കളങ്കനും വിശുദ്ധനുമാക്കി മാറ്റാനുള്ള വളരെ കൃത്യമായ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ് ഗോപികൃഷ്ണനും ഇപ്പൊ എത്തുന്ന നിഗമനം. നിങ്ങൾ വളരെ തന്ത്രപരമായി ഒരു നിയമലംഘനത്തെ ന്യായീകരിക്കാൻ കൂട്ടുനിൽക്കുന്നു ഷിജു ഖാൻ. താങ്കളെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു നിയമലംഘനം ഈ രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ നിയമം ഒന്നേ ഉള്ളൂ ഷിജു ഖാൻ. ഈ രാജ്യത്തെ നിയമം ഒന്നേ ഉള്ളൂ ഷിജു ഖാൻ. ഈ രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ നിയമം ഒന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം. നടത്തുന്നവരെയും ക്രിമിനലുകളെയും വിശുദ്ധന്മാരാക്കുന്ന നിങ്ങളുടെ നിലപാടാണ്. ഗോവിന്ദസ്വാമിയെയും നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യും. നാളെ
ഞാൻ അതിലേക്കൊക്കെ വരാം അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കെട്ടണ്ട ഷിജു ഖാൻ നിയമം അധികാരമുണ്ടെന്ന് പറഞ്ഞ് നിയമ സംവിധാനങ്ങളെ വളച്ചൊടിക്കാനും ഏതെങ്കിലും ഒരാളുടെ പുറത്ത് കുതിര കയറാനും ഉള്ളതല്ല ഈ രാജ്യത്തെ നിയമം. ശ്രീ ആർ വി രാജേഷ് ഷിജു ഖാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീ ആർ വി രാജേഷ് കണ്ട് വിട്ടുകളയണം. അതെന്ത് മര്യാദയാണ് നിങ്ങളുടെ വാദം? എനിക്ക് കൃത്യമായ വാദമുണ്ട് ഷിജു ഖാൻ. ഇതിനകത്ത് എനിക്ക് കൃത്യമായ വാദമുണ്ട് ഷിജു ഖാൻ. ഞാൻ പറഞ്ഞത് നിയമലംഘനം നടത്തിയത് എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകണം. അയാൾക്ക് മുന്നിൽ നിയമം വളഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ചർച്ചയാക്കപ്പെടും. ആർ വി രാജേഷ്, വാട്ട്സ് യുവർ പോയിന്റ്? എന്നാണ് നിങ്ങൾ അല്ല ഗുണ്ടകളെ കൊണ്ടുവന്ന് അടുപ്പിക്കണമായിരുന്നു. ശ്രീ ആർ വി രാജേഷ്, ഗുണ്ടകളെ കൊണ്ടുവന്ന് അടുപ്പിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ. ആർ വി രാജേഷ്, സ്ത്രീകളുടെ മുഖത്ത് നോക്കി ആർ വി രാജേഷ്, ആർ വി രാജേഷ് നേരമായി വാദം കേട്ടോണ്ടിരിക്കുകയല്ലേ. വെള്ളപൂശുന്നത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ വാദമുഖങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതുപോലെ ഡിജോ കാപ്പനെ പോലുള്ള ആളുകൾ ആർ വി രാജേഷ്, അല്ല ഇത് എന്റെ സമയമാണ്. ഇത് താങ്കളുടെ സമയമാണ്. ആർ വി രാജേഷ്, താങ്കൾ പറഞ്ഞോളൂ. ആർ വി രാജേഷ്, അല്ല ഇവിടെ ഈ ഷിജു ഖാന്റെ ഈ വാദമുഖങ്ങളൊക്കെ കുറച്ച് നേരമായി ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതിൽ ഈ പ്രേക്ഷകരും കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഉദാത്തമായി കേരളീയ സ്ത്രീത്വത്തിന് വേണ്ടി വളരെ ഉജ്ജ്വലമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അതുപോലെ തന്നെയാണ് മേയർ വളരെ വികാരപരമായി കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ഒന്ന് മര്യാദ കാണിക്കുക, ഒരു ചർച്ചയിൽ ഒരു മര്യാദ കാണിക്കുക. എന്തൊരു മര്യാദ കേടാണ്. വളരെ മര്യാദയോടുകൂടിയാണ് ഒന്ന് സംസാരിക്കണ്ടേ? ഇത് നിങ്ങളുടെ വാദം മാത്രം കേട്ടാ മതിയോ? നിങ്ങൾ പറയുന്ന കേട്ടാ മതി. എന്റെ സമയം അല്ല 40 മിനിറ്റ് ആയി ചർച്ച എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഷിജുവിന്റെ ഭാഗം ഇവിടെ കേട്ട് കഴിഞ്ഞു. ഷിജുവിന്റെ ഭാഗം ഇവിടെ കേട്ട് കഴിഞ്ഞു. അരമണിക്കൂർ ഷിജു 20 മിനിറ്റ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഷിജു ഈ 40 മിനിറ്റ് ചർച്ചയിൽ 15-20 മിനിറ്റ് ഷിജുവും കൂടി സംസാരിച്ചിട്ടുണ്ട്. താങ്കളുടെ ഭാഗം ഇവിടെ കേട്ടു. ലെറ്റ് രാജേഷ് സ്പീക്ക് നൗ. ലെറ്റ് ആർ വി രാജേഷ് സ്പീക്ക്. എന്ത് അധികാരമാണ് എന്ത് അധികാരമാണ്? എന്ത് സവിശേഷ അധികാരമാണുള്ളത്? നിയമം കയ്യിലെടുക്കാൻ എന്ത് അധികാരമാണുള്ളതെന്ന് ചോദിച്ചു. എന്ത് സവിശേഷ അധികാരം? ഇത് അധികാരത്തിന്റെ പുളപ്പിൽ കാണിക്കുന്ന ഒരു അഹങ്കാരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപടിയെടുക്കാൻ പറയണം മിസ്റ്റർ ഷിജു ഖാൻ. പോലീസ് ഉണ്ടല്ലോ, നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, മേയറും ജനപ്രതിനിധിയുമല്ലേ. നിയമപരമായ നടപടിയെടുക്കാൻ പറയണം. സിനിമാ സ്റ്റൈലിൽ വണ്ടി വന്ന് ക്രോസ് ചെയ്തിട്ട് ഈ ഷോ കാണിക്കുകയല്ലോ അതിനകത്തുള്ള പ്രതികരണത്തിൽ വേണ്ടത്. നുണ പറയുകയല്ലോ, പൊതുസമൂഹത്തോട് നുണ പറയുകയാണോ? അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ അതിലൊന്നും കയറി പിടിക്കണ്ട ഷിജു ഖാൻ. ഇതിനകത്തുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വേണം. നിങ്ങളാണ് ഷോ കാണിക്കുന്നത്. ആർ വി രാജേഷ്, യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യം. യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞത് ഈ കേസിലാണ്. ഈ കേസിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മറുപടിയില്ല. നിങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ചർച്ചയാവോ? അല്ല ഒന്ന് നിർത്തുന്നേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഭാഗം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വളരെ 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 ഗംഭീരമായി താങ്കൾ വാദിച്ചു. ഇവിടെ താങ്കളുടെ പാർട്ടിയുടെ MLA PK ശശി എന്ന് പറഞ്ഞ MLA നിങ്ങളുടെ പാർട്ടിയിലെ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പീഡിപ്പിച്ച ആ വനിതാ നേതാവ് പരാതി കൊടുത്തപ്പോൾ താങ്കളുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. അതല്ലേ കേസെടുത്തോ, നടപടിയെടുത്തോ? ഇതല്ല നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം. അതല്ല പാർട്ടിയുടെ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും ഈ നീതി നിങ്ങളുടെ പാർട്ടിക്കകത്ത് കിട്ടിയില്ലോ. പിന്നെ ശരി, ഇപ്പൊ ഡ്രൈവർമാരെല്ലാം ന്യായപരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതും അവരെല്ലാം കൃത്യമായി മദ്യപിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ഓടിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ വാഹനത്തിൽ മേയർ വാഹനം തടഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു.
ഇവരെ നോക്കി അശ്ലീലമായ ആംഗ്യം കാണിച്ചു. ഇപ്പൊ ഈ ഡ്രൈവർക്കെതിരായി ഇപ്പൊ പറഞ്ഞല്ലോ ആ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ഡ്രൈവർ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിയമലംഘനം നടത്തി ഈ വാഹനത്തെ ചേസ് ചെയ്ത് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ നിർത്തി? ഇതെല്ലാം ഒരു ക്രെഡിബിലിറ്റി വേണം. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ, മേയർ ആകുമ്പോൾ ചില ക്രെഡിബിലിറ്റി വേണം. നമ്മൾ പറയുന്നത് അത്തരം ആളുകൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ആളുകൾ വിശ്വസിക്കുന്നത്. പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമല്ലേ? വാഹനം ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വാഹനം അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോൾ അവരോട് ഇറങ്ങി കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞു. സീബ്ര ലൈനിൽ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ്. അപ്പൊ മേയർ ഉന്നയിക്കുന്ന വാദങ്ങൾ മുഴുവൻ കള്ളമാണ്. അത് തന്നെയാണ് ഇവിടെ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞതുപോലെ ഒരു വാഹനത്തിലിരുന്ന് ഇത്രയധികം ഈ ഇരുട്ടത്ത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഈ ലൈംഗിക ചേഷ്ട എങ്ങനെ കാണിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അതെങ്ങനെയായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നില്ല? ബസ്സിനകത്ത് വീഡിയോ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾക്കെതിരെ മാത്രം കേസെടുക്കുന്നു. നിയമലംഘനം, പച്ചയായ നിയമലംഘനം നടത്തി റോഡിൽ ശ്രീ രാജേഷ്, ഞാനത് ഷിജു ഖാനോട് പറഞ്ഞു. അതായത് സ്ത്രീയായ മേയറെ കുറിച്ച് മാത്രമല്ല, ഏത് വനിതയ്ക്കെതിരെയും അങ്ങനെ ഒരു അതിക്രമ സ്വഭാവത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപലപിക്കുക മാത്രമല്ല, ഏറ്റവും പുരോഗമന സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഷിജു ഖാൻ എന്നോട് ചോദിച്ചില്ലേ വനിതാ സുഹൃത്തുക്കളെ കുറിച്ച്, വളരെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പറയുകയാണ്, വളരെ ഇത്തരം സംഭവങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എന്താണ് ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത് നിയമപരമായി നടപടികൾ നേരിടുകയല്ലേ ഷിജു ഖാൻ വേണ്ടത്? അതല്ലാതെ ഒരു ഭാഗത്ത് മാത്രം കേസ്, മറുഭാഗത്ത് മേയർ പറയുന്ന നുണകളെയൊക്കെ നമ്മൾ അങ്ങനെ ന്യായീകരിച്ച് പൊലിപ്പിച്ചു കൊടുക്കുക, അതെന്താവശ്യം? ആർക്ക് വേണ്ടി? 4 നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തു. 2 സീബ്ര ലൈനിൽ വാഹനം നിർത്തി. അത് കഴിഞ്ഞ് ഈ ഡ്രൈവറോട് കയറി സംസാരിച്ചു. KSRTC ബസ് തടഞ്ഞിട്ടു. ആ KSRTC-യിലെ യാത്രക്കാരെ നിയമലംഘനം നടത്തിയിട്ട് മേയർക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരമുണ്ടോ? ഇവിടെ നിയമലംഘനം നടത്താൻ അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ മേയർക്കോ MLA-ക്കോ പ്രത്യേക അധികാരമല്ല ഉണ്ടോ? ജനപ്രതിനിധികളായാലും സാധാരണക്കാരായാലും എല്ലാവരും നിയമത്തിന് വേണ്ടി തുല്യരല്ലേ? ആ തുല്യത പാലിക്കണ്ടേ? ഇവിടെ പോലീസ് എടുത്തിരിക്കുന്നത് പക്ഷപാതപരമായിട്ടാണ്. ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുക്കുന്നു, KSRTC ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു. ഈ നിയമലംഘനം നടത്തിയ MLA-ക്കെതിരെ കേസില്ല, അതോടൊപ്പം തന്നെ മേയർക്കെതിരെ കേസില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ ചില ഉദാഹരണങ്ങൾ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞു. ഇവിടെ മുമ്പ് DGP ആയിരുന്ന ശ്രീ ഹേമചന്ദ്രന്റെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ അടുത്ത കാലത്ത് കേൾക്കാനുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഒരു ദിവസം വാഹനത്തിൽ ബേക്കറി ജംഗ്ഷനിൽ വാഹനം നിർത്തിയിട്ട് പോയി. ചില പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അവിടെ അനധികൃത പാർക്കിംഗ് നടത്തി എന്നിട്ടുള്ളത്. പിന്നീടാണ് അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന് അവർ ഓടിച്ചു ചെന്ന് ഈ സൗത്ത് സോൺ ADGP ആയിരുന്ന ഹേമചന്ദ്രനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്താണ്? അപ്പോൾ അവർ നിങ്ങൾ എന്തെങ്കിലും പെരുമാറി മോശമായി ഒന്നുമില്ല. അവർ അപ്പോൾ തന്നെ വാഹനം എടുത്തു പോയി. ഒരു സംഘം ഉദ്യോഗസ്ഥർ അതേസമയം തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ക്ഷമ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര രൂപയാണ് ഫൈൻ ഉള്ളത്, അത് തന്നാൽ മതി, അത് ഞാൻ ഇപ്പോൾ തന്നെ അടയ്ക്കാമെന്നാണ്. അദ്ദേഹം ഫൈൻ അടച്ചു പോയി. അതിനകത്ത് ശ്രീ ഹേമേന്ദ്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനപ്രതിനിധി ആയാലും എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് അതിലൂടെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഒരു സംസ്ഥാനം. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം. ഒരു ചെറിയ ഇടവേള ഞാൻ തിരികെ വരും. ശ്രീ ഷിജു ഖാൻ സംസാരിക്കാൻ സമയം തന്നില്ല എന്ന പരാതി വേണ്ട, ഞാൻ താങ്കൾക്ക് സമയം തരും. പക്ഷെ അതിനു മുൻപ് ഡിജോ കാപ്പൻ 1 മിനിറ്റ് താങ്കൾക്ക്, അതിനുശേഷം ഒരു ഇടവേള എടുത്ത് ഷിജുവിലേക്ക് ഞാൻ വരും. ശ്രീ ഡിജോ കാപ്പൻ. ഞാൻ ബഹുമാനപ്പെട്ട ഷിജു ഖാനോട് ചോദിക്കാൻ ആളല്ലെങ്കിലും 2 സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തോട്, എൻ്റെ ഒരു സംശയമാണ്. ഒന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ കിടന്ന ഒരു സ്ത്രീയെ അവിടുത്തെ യൂണിയൻ നേതാവ് ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ കേരളത്തിലുണ്ടായ കോലാഹലം, അതിനെ സാക്ഷി പറഞ്ഞ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അനിത എന്ന് പറഞ്ഞ നേഴ്സിനെ അവിടെ നിയമിക്കാതിരിക്കുകയും അവരെ പിന്നെ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തതിൻ്റെ കേസിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിക്ക് എത്രമാത്രം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ അവകാശമുണ്ട്? പാലക്കാട് 2 പെൺകുട്ടികളെ, ആ പെൺകുട്ടികളെ കൊലപാതകത്തിന്റെ കാരണം. അപ്പം ഞാൻ ഇതൊക്കെ ഒരു ഷിജു ഖാന്റെ കണ്ണ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ എൻ്റെ പ്രധാന പോയിന്റ്, ഈ വണ്ടിയുടെ ഈ ബസ്സിലുള്ള ക്യാമറ പരിശോധിച്ചതിന് ശേഷം ഈ ഡ്രൈവർ ഇങ്ങനെ ഒരു ചേഷ്ട കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മേയർ അല്ലെ ഞങ്ങളുടെയും കൂടി ആരാധ്യയായ മേയർ, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി,
ഞാൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ അപമാനിച്ചു, അതുകൊണ്ട് ഞാൻ ആ മേയർ എന്ന കപ്പാസിറ്റിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്, മേയറുടെ ഡ്യൂട്ടിയിലല്ല. ഞാൻ ഇനി ആ കസേരയിൽ ഇല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കോ? ഇല്ലെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നിടത്തോളം കാലം ഒരു വാഹനവും ഓടിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കരുതെന്നാണ് ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമയം എനിക്ക് മറ്റു പല കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിൽ പോലും സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേള ഷിജു, ഞാൻ ഷിജുവിലേക്ക് വരും. ഇടവേളയ്ക്ക് ശേഷം ഷിജു ഖാൻ, താങ്കളുടെ സമയം. ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ഗോപികൃഷ്ണ, ഞാൻ പരാതി എന്ന നിലയിലല്ല, പക്ഷേ 24-ൻ്റെ ഒക്കെ ഒരു നിർബന്ധപ്രകാരം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും CPIM ഒരു സമയം തരണം. അത് ഞാൻ ഉന്നയിച്ചതേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സമയം തന്നില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഈ ചർച്ചകളെല്ലാം കൊണ്ടെത്തിക്കുന്നത് ഒരു CPIM നേതൃത്വത്തിലുള്ള ഒരു വനിത. അപ്പോൾ ഒരു CPIM നേതൃത്വത്തിലുള്ള ഒരു വനിത, മേയറായ ഒരു വനിത, തൻ്റെ സ്ത്രീത്വത്തിന് നേരെയായി ഉണ്ടായ ഒരു അധിക്ഷേപത്തെ ഇങ്ങനെ നേരിട്ടത് ശരിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഡിജോ കാപ്പൻ്റെ അടക്കമുള്ള വാദം. അതായത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് CPM പറയാൻ എന്ത് അധികാരം? ഇതാണ് അത്തരം വാദങ്ങളുടെ അടിസ്ഥാനം. പക്ഷെ ഞാനിവിടെ ഉന്നയിക്കുന്നത് അത് BJPയിലെ വനിതയായാലും CPMലെ വനിതയായാലും കോൺഗ്രസിലെ വനിതയായാലും 24-ലെ വനിതയായാലും ഏഷ്യാനെറ്റിലെ വനിതയായാലും അവൾക്ക് നേരായി ഉണ്ടാകുന്ന അതിക്രമങ്ങളെ അവൾ എതിർക്കുന്നു, തുറന്ന് ശബ്ദമുയർത്തി എതിർക്കുന്നു, നിവർന്ന് നിന്ന് എതിർക്കുന്നു. അത് നമ്മൾ കണ്ട പഴയ പിന്നെ അറന്നമ്പുരാനിലെ കഥാപാത്രത്തിന്റെ മോഡലല്ല പുതിയ സ്ത്രീ. അതല്ലെങ്കിൽ നമ്മൾ 90-കളിൽ കണ്ട ധ്രുവത്തിലെ പീഡിപ്പിക്കപ്പെട്ട വനിതയ്ക്ക് നീതി വേണ്ടേ? വളരെ പെരിയാർ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് നീതി വേണ്ടേ? അവർക്കാർക്ക് നീതി വേണ്ടേ? അതിനെക്കുറിച്ച് മറുപടി പറയാത്തെന്താ? ഒരു മേയർക്ക് മാത്രം അതോ ചോദ്യങ്ങളൊക്കെ ഷിജുവിന്റെ മുന്നിലുണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ശ്രീ രാജേഷിലേക്ക് വരാം. അതിന് മറുപടി ഇല്ലല്ലോ. അല്ലല്ല, ദേവിത് കേൾക്കൂ. അപ്പോ ഇനിമേൽ ഇപ്പൊ ഗോപികൃഷ്ണനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ തന്നെ വാദം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇതൊക്കെ സഹിക്കണമെന്ന് തോന്നിക്കുകയാണ്. ഇതൊക്കെ സഹിക്കണം. അത് വിചിത്രമാണ്. എന്ത് തരം അതിക്രമം ഉണ്ടായാലും അങ്ങനെ വ്യാഖ്യാനിക്കുകയോ അങ്ങനെ ആക്കി തീർക്കുകയോ ചെയ്യരുത്. ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. തെറ്റായി. അല്ലല്ല, ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർത്തിട്ട് അങ്ങ് ചോദിച്ചോളൂ. ഞാൻ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുകയാണ് ഗോപികൃഷ്ണ. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലരും ഇതൊക്കെ അടക്കി വെക്കുകയോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾ അടക്കി വെക്കുകയോ തുറന്നു പറയാതിരിക്കുകയോ ചെയ്യുന്നത് നടു റോഡിൽ വെച്ച് ഇപ്രകാരമുള്ള മാധ്യമ പിന്നെ ചാനൽ മുറികളിൽ വെച്ച് പോലും നമ്മുടെ സ്ത്രീകൾ എത്ര പ്രാവശ്യം കള്ളിയെന്നോ നുണച്ചിയെന്നോ അർത്ഥം വരുന്ന പദപ്രയോഗങ്ങൾ ഗോപികൃഷ്ണൻ ഈ ചർച്ചയിൽ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഒരു വനിതയെ കുറിച്ച് ഒരു ഞാൻ പറഞ്ഞിട്ടില്ല. അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല. Don't put your words into my mouth. You should be very careful. No. നിങ്ങളെപ്പോലെ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ് ഞാനും. എന്റെ വായിൽ വാക്കുകൾ തിരുകുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരാളാണ്. യു ഷുഡ് ബി വെരി കെയർഫുൾ ഷിജു ഖാൻ. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചാൽ ഷിജു ഖാൻ, താങ്കൾ അത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യണം. കാരണം ഷിജു ഖാൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. മേയർ നുണച്ചിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മേയർ പറഞ്ഞ കാര്യങ്ങൾ, പൊതുസമൂഹത്തോട് മേയർ പറഞ്ഞ കാര്യങ്ങളല്ല സംഭവിച്ചതെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നഗരാധിപയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പദപ്രയോഗവും നടത്തിയിട്ടില്ല. No, you should be very particular. എന്നെ പറ്റിയിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഷിജു ഖാൻ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോകാമെന്ന് താങ്കൾ കരുതരുത്. ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ കാര്യമല്ല. ഞാൻ തുടങ്ങിയ ജൂനിയർ ആയിരുന്ന സമയത്തും എന്റെ ഇന്റഗ്രിറ്റി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പൊ ഞാൻ ആ കാര്യങ്ങളിലെല്ലാം താങ്കൾ വളരെ കരുതലോടുകൂടി. ഞാൻ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളല്ല. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന ആളല്ല. സ്ത്രീ വിരുദ്ധതയല്ല ഞാൻ പറഞ്ഞത്. നിയമം ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞത് നിയമം ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല. നിങ്ങൾ എത്ര ഉയരത്തിലാണെങ്കിലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ വിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഈ രാജ്യത്തെ നിയമത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിയമ സംവിധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്.
അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ നിയമം. അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ നിയമം. ഇല്ല ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയില്ല? എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് ജോലിയിൽ നിന്ന് പുറത്താക്കിയില്ല യദുവിനെ? അങ്ങനെയാണെങ്കിൽ എന്താ നടപടി എടുക്കാത്തത്? നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തൂ. ദൃശ്യങ്ങളൊക്കെ എടുത്ത് തെളിവുകൾ പരിശോധിക്കട്ടെ. അല്ലാതെ സിനിമാ സ്റ്റൈലിലല്ല നഗരാധിപ പെരുമാറേണ്ടത്. സിനിമാ സ്റ്റൈലിലല്ല ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത്. അതിലൊന്നും എനിക്ക് ഒരു തർക്കവുമില്ല. അതിനുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ട് ഷിജു ഖാൻ. അതിനുള്ള നിയമപരമായ വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഐ ഹാവ് ദാറ്റ് എഡ്യൂക്കേഷൻ, ഐ ഹാവ് ദാറ്റ് ലെഗസി. നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ക്രിമിനലുകൾ തെറിവിളിച്ചാൽ നിങ്ങൾ കേൾക്കുമോ ഡിജോക്കാപ്പ? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കേൾക്കും. അല്ല നമുക്ക് ബസിന്റെ ചില്ലങ്ങ് അടിച്ചു തകർക്കാം. നമുക്ക് ബസിന്റെ ചില്ലടിച്ചു തകർക്കാം. ബസിന്റെ ചില്ലടിച്ചു തകർക്കാം ഷിജു ഖാൻ. ബസിന്റെ ചില്ലടിച്ചു തകർക്കാം. ആർ രാജേഷ് ഉള്ളിൽ കിടക്കുന്ന ശരി അതൊക്കെ അങ്ങനെ പറയാവുന്നുള്ളൂ. ശ്രീ ആർ വി രാജേഷ് വലിയ പരിപ്രേക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. പുരുഷാധിപത്യം ഇവിടെ അല്ല, നമുക്ക് ബസ് അടിച്ചങ്ങ് തകർക്കാം ഷിജു ഖാൻ. പ്രതിയാണെങ്കിൽ നിങ്ങൾ വകുപ്പ് ഗതാഗത വകുപ്പിനോട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറയും. ജോലിയിൽ നിന്ന് പുറത്താക്കൂ. എന്തിനാണ് മന്ത്രി പറഞ്ഞത് പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടേത്? നിങ്ങൾ ഇത്ര വലിയ ആകുലത നിങ്ങൾക്കുണ്ടെങ്കിൽ പിടിച്ചു പുറത്താക്കൂ ജോലിയിൽ നിന്ന്. നിങ്ങൾക്ക് എന്താ അതിന് ധൈര്യമില്ലാത്തത്? എന്തിനാണ് മേയർ പൊതുസമൂഹത്തിനോട് നുണ പറഞ്ഞത്? എന്തിനാണ് നുണ പറയുന്ന മേയറാണോ? എന്തിനാണ് മേയർ നുണ പറഞ്ഞത്? ശ്രീ ആർ വി രാജേഷ് ഒരു സ്ത്രീ അഭിപ്രായം പറഞ്ഞപ്പോ അഭിപ്രായം പറയാ KSRTC ബസിന് മുന്നിൽ വണ്ടി വട്ടം കറക്കിയിട്ടല്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഒരു ജനപ്രതിനിധി ഇടപെട്ട് ഇറക്കി വിട്ടുകൊണ്ടല്ല അഭിപ്രായം പറയേണ്ടത്. നിയമം കയ്യിലെടുത്തിട്ടല്ല പ്രതികരിക്കേണ്ടത് മേയർ. നിയമം കയ്യിലെടുത്തിട്ടല്ല പ്രതികരിക്കേണ്ടത് MLA. ശ്രീ ആർ വി രാജേഷ് ശരി, അത് ഷിജു ഖാന്റെ അതിലെനിക്ക് ഷിജു ഖാന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഷിജു ഖാന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ശ്രീ ആർ വി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ടല്ലേ മേയർ പഠിക്കുന്നത്? മുഖ്യമന്ത്രി പോകുമ്പോൾ റോഡിൽ സിഗ്നൽ ഓഫ് ചെയ്യും. ഒരാൾക്ക് മാത്രം നിയമം, മറ്റേയാൾക്ക് ഒരു നിയമവും ഇല്ല. നടു റോഡിൽ സിനിമാ സ്റ്റൈലിൽ വണ്ടി കുറുകയിട്ട് പ്രതികരിക്കുക, അതിന് നിയമമില്ല, അതിന് കേസില്ല. ഒരാൾക്ക് മാത്രം നിയമം. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. രാജേന്ദ്രനെയും കുടുംബത്തെയും തെരുവിൽ ആക്ഷേപിച്ചാൽ ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും കേട്ടിരിക്കും. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് വീട്ടിൽ ചെന്നൊന്ന് കാണണം, കുടുംബമായിരുന്നൊന്ന് കണ്ടു നോക്കണം. എത്ര ജുഗുപ്സാവകമാണ് നിങ്ങളുടെ പ്രതികരണം, എത്ര ജുഗുപ്സാവകമാണ് നിങ്ങളുടെ പ്രതികരണം. ഇതാണോ കേരളത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം? സ്ത്രീകൾക്കെതിരായ ഞാൻ പറയുന്ന വാചകം എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി, കോമൺ സെൻസ് മതി. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ആ മേയറെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് KSRTC ഡ്രൈവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പുറത്താക്കണം ഇതിനെ. നിങ്ങൾ വകുപ്പ് പുറത്താക്കണം. എന്താ സംശയം? നിങ്ങൾ അന്വേഷിക്ക് കണ്ടെത്തൂ. പോലീസിൽ പരാതിപ്പെട്ട ഒരാൾക്ക് മാത്രം കേസ്, ഒരാൾക്ക് കേസില്ല. ഒരാൾക്ക് കേസ് അതങ്ങ് മടക്കി വെച്ചാൽ മതി. ഒരാൾക്ക് കേസില്ല. കേരളത്തിൽ സാധാരണക്കാരായ ഒരാൾ ബസ് തടഞ്ഞാൽ എന്തായിരിക്കും കേസ്? നിയമം ഇവിടെ നിയമം ആരുടെയും മുന്നിൽ അങ്ങനെ വഴങ്ങേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ നിയമം ആരുടെയും മുന്നിൽ ഒരു അധികാരത്തിന്റെ മുന്നിൽ വഴങ്ങേണ്ട കാര്യമില്ല. പ്രതികരിക്കും ഗോപികൃഷ്ണ. അല്ല, ഇവിടെ അധികാരവർഗത്തിന് വേണ്ടി മാത്രമാണ് നിയമം. മുഖ്യമന്ത്രിക്കും മേയർക്കും MLAക്കും ഒക്കെ മാത്രമാണ് നിയമം. സാധാരണക്കാരന് നിയമം ബാധകമല്ല. സാധാരണക്കാരൻ ബസ് തടഞ്ഞാൽ അവനെതിരെ കേസെടുക്കില്ലേ? അവൻ ജാമ്യമില്ലാതെ അകത്ത് പോകില്ലേ? മേയർ ബസ് തടഞ്ഞാൽ കേസില്ല. മേയർക്ക് സീബ്രാലയിൽ വണ്ടി നിർത്താം. ശരി. ഏതായാലും ഈ കേസിലുള്ള അന്വേഷണം പുരോഗമിക്കട്ടെ. കേസിൽ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ പൊതുസമൂഹം ഈ മുഴുവൻ സംഭവങ്ങളെയും വിലയിരുത്തട്ടെ ബുദ്ധി ഉപയോഗിച്ച്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിലൂടെ പൂർത്തിയാകുന്ന മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം ഇനി ഈ ദിവസത്തെ സമ്പൂർണ്ണ വാർത്തകളുമായി വാർത്താമഴ എത്തുകയാണ്. S വിജയകുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരും ഉടൻ. നമസ്കാരം. ഗുഡ് നൈറ്റ്.